മൊയ്‌ദീൻ ശൈഖ് മഹാനാണ്, മമ്പറം തങ്ങൾ മഹാനായിരിക്കാം, എന്റെ പ്രിയപ്പെട്ടവരെ അവരൊക്കെ മഹാന്മാരായിരിക്കാം. പക്ഷേ അവര് സൃഷ്ടിച്ച ഒന്നും ഈ ഭൂമിയിലില്ല. ലം യഖ്ലുഖൂ ദുബാബാ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. മാ യംലികൂന മിൻ ഖിത്മീർ, 35-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. ഒരു ഈത്തപ്പനക്കുരുവിന്റെ, നിസാരമായ ഒരു ഈത്തപ്പനക്കുരുവിന്റെ നേർത്ത പാട പോലും അവരൊരാളും അധീനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ആരാധിക്കരുത്. ഹാദാ ഖൽഖുല്ലാഹ് ഫാറൂനി 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 മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ പല മഹാന്മാരെയും വിളിച്ച് പേരെക്കണില്ലേ? അല്ലാഹ് ചോദിക്കും, ആ മഹാന്മാര് സൃഷ്ടിച്ച ഒരു ഈച്ചയെ, ഒരു കൊതുകിനെ, ഒരു കൊതുകിന്റെ കാലിനെ, മൊയ്‌ദീൻ ശൈഖ് സൃഷ്ടിച്ച ഒരു കൊതുകിന്റെ കാല്, മുഹമ്മദ് നബി സൃഷ്ടിച്ച ഒരു കൊതുകിന്റെ കാല്, ഈസാ നബി സൃഷ്ടിച്ച ഒരു കൊതുകിന്റെ കാല്, അല്ലേ അല്ലേ അമ്മ സൃഷ്ടിച്ച ഒരു കൊതുകിന്റെ കാല് ലോകത്തൊരാൾക്കും സാധിക്കില്ല. അത് സൃഷ്ടിച്ചവൻ പടച്ചവൻ. മുജാഹിദ് പ്രസ്ഥാൻ അതാ പറയുന്നത്. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ സുന്നികൾ നാളെ വന്നിട്ട് എങ്ങനെ ക്ലിപ്പിംഗ് അറിയും? അമുസ്ലിങ്ങളുടെ ദൈവത്തെ പറ്റി പറഞ്ഞു. എല്ലാ സ്ഥലത്തും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച്. പക്ഷേ പ്രസംഗം ആദ്യം തൊട്ട് അവസാനം വരെ കേട്ടാൽ കേൾക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പുറപ്പുറം കട്ട് ചെയ്ത് കേൾപ്പിക്കുക. എന്തുകൊണ്ട്? സത്യം കയ്യിലില്ലാത്തത് കൊണ്ട് അല്ലേ? സത്യം കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. നിങ്ങൾ പറ, ഞങ്ങളുടെ ഒരു ക്ലിപ്പിംഗ് അത് തെറ്റാണ്, റോങ് ആണ്, അങ്ങനെയല്ല. അപ്പുറപ്പുറം ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദുകൾ കൂട്ടിക്കൊഴിച്ച് മമ്പർത്ത് നടത്തുന്ന കുടിയിറക്കവും കാര്യങ്ങളും അത് മുജാഹിദുകൾ വേറൊരു ക്ലിപ്പിംഗ് കയറ്റിയതാണ്. വേണ്ട, മമ്പർത്ത് ഇനി നേർച്ചറക്കുമല്ലോ, അതിന് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. മമ്പർത്ത് നേർച്ചറക്കുമ്പോൾ ഞങ്ങളെ ചെലവിൽ ഇവിടെ നിങ്ങൾ വരുമോ? AP സുന്നികൾ, നിങ്ങൾ 10 ഉസ്താദിനെയും കുട്ടികൾ 10 പ്രവർത്തകരെ മമ്പർത്തും കൊണ്ടോട്ടി നിങ്ങൾ നടത്തുന്ന നേർച്ചയിൽ ഞങ്ങൾ കാണിച്ച ക്ലിപ്പിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറ. അടുത്ത മമ്പർ നേർച്ചറക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിളിക്കും, ഞാൻ വരാം അവിടെ. എന്നിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇവിടെ വന്ന് പറയും ആ ക്ലിപ്പിംഗ് ശരിയല്ല, സുന്നികളോട് ചെയ്ത അക്രമമാണ്, ചെയ്യരുത് എന്ന് പറയും. നിങ്ങളെ കൂടെ വരില്ല. പക്ഷേ അനീതിക്ക് നിങ്ങളെ കൂടെ കൂട്ടക്കൂല. സത്യത്തിൽ നിങ്ങൾ എവിടെ വിളിച്ചാലും വരും, മർക്കസിൽ വിളിച്ചാൽ വരും. പക്ഷെ ചേകന്നൂരിന്റെ അനുഭവം എന്റെ അടുത്ത് എടുക്കരുത് മാത്രം. അത്രേ ഉള്ളൂ. കൈകൊണ്ട് കാലുകൊണ്ട് ടൈഗറോടുള്ള കളി വേണ്ടാന്ന് മാത്രം. മാവുകൊണ്ട് കളിക്ക്, തെളിവുകൊണ്ട് കളിക്ക്, കിതാബ് കൊണ്ട് കളിക്ക്. അപ്പൊ കാണിച്ചു തരാം അറബിക്കടലിലേക്ക് ആരാ ഒളിച്ചു പോവുക. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ഇരുതല മൂർച്ചയുള്ള ആയുധം. AK-47 കത്തിയും പിച്ചാത്തിയൊന്നല്ല. ഖുർആൻ ആരെ മുമ്പിൽ ഓതിക്കൊടുത്ത അല്ലെ? അങ്ങനെ ഖുർആന്റെ വിളിച്ചത് എന്താ? ചാടും കുതിര, ഓടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. ഖുർആൻ കണ്ടാ നിൽക്കണം നീ മുമ്പിനാണെങ്കിൽ. അതാണ് ഖുർആന്റെ പ്രത്യേകത. അത് ഉദ്ധരിച്ചിട്ട് ഞങ്ങൾ പറയും.